നമസ്കാരം ചങ്ങായിമാരെ. സമയം ഏകദേശം 4 മണി കഴിഞ്ഞ് നമ്മുടെ എമ്പുരാൻ ഫസ്റ്റ് ഷോ കാണാൻ പോകുന്നൊരു നടത്താണ്. പാർക്കിങ്ങിലേക്ക് പോവാണ്. ദിലീഷ് എന്നെ കൂട്ടാൻ വേണ്ടി 4 മണി കറക്റ്റ് എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ തലേദിവസം രാത്രി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി വരാൻ വേണ്ടി കാത്തു നിന്ന് ദിലീഷ് അപ്പം തന്നെ പെട്ടെന്ന് തന്നെ എത്തി. ഒരു 4:10 ആകുമ്പോൾ പുള്ളി എത്തി. നമുക്ക് 4:30ക്കാണ് മൂവി ഉള്ളത്. ഒട്ടുമിക്ക സ്ഥലങ്ങളിലെല്ലാം ഹൗസ്ഫുൾ ആയതുകൊണ്ട് ടിക്കറ്റ് കിട്ടാണ്ടായിട്ടില്ല. തലേദിവസം രാത്രി അൽഷാബ് സിനിമാസ് പോയപ്പോൾ അവിടെ നിന്ന് 2 ടിക്കറ്റ് കിട്ടി. എനിക്ക് തോന്നുന്നു UAEയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 4:30 ഷോ നടക്കുന്നത്. ഫാമിലിയെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു വേറെ പണിയൊന്നുമില്ല, പുറച്ചൊക്കെ 4 മണിക്ക് എണീച്ച് പോകാമെന്ന് വെച്ചാൽ അവർ 4 മണിക്ക് വൈകുന്നേരം പോയിക്കോളാന്ന് പറഞ്ഞു. ഇത് നമ്മുടെ ഷാർജയിലുള്ള അൽഷാബ് വില്ലേജിൽ രാവിലെ വരുമ്പോൾ ആ ഒരു സീനാണ്. ആളുകളിങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് വണ്ടി പാർക്ക് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. സമയം പുലർച്ചെ 4 മണി കഴിഞ്ഞിട്ടാണെങ്കിലും ആളുകളെല്ലാം നല്ല ആവേശത്തിലായിരുന്നു. എല്ലാവരും ഒരു രാവിലത്തെ ഒരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 9 മണി കഴിഞ്ഞ് വരുന്ന ഒരു ഫീലായിരുന്നു ആൾക്കാർ മൊത്തം. അപ്പോൾ മൂവി കണ്ട് പുറത്തിറങ്ങിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ. അഭിപ്രായം അല്ലേ? എങ്ങനെയുണ്ട്? അവസ്ഥ ഉണ്ട് അഭിപ്രായം പടം അല്ല അല്ല എങ്ങനെ അഭിപ്രായം എന്താ? എങ്ങനെയുണ്ട്? എക്സലന്റ് മൂവി, മസ്റ്റ് വാച്ച്. 2025 ലാലേട്ടൻ തൂക്കി. ഓക്കെ ചേട്ടാ അഭിപ്രായം എന്താ? നല്ലൊരു സൂപ്പർ നല്ല അഭിപ്രായം പൊളി, അടിപൊളി സെറ്റാണ്. അഭിപ്രായം സൂപ്പർ. രാവിലെ ഈ ഒരു സമയത്ത് അൽഷാബ് വില്ലേജിന്റെ മുറ്റത്ത് ഇത്രയും തിരക്കാണെന്ന് ആദ്യമായിട്ടാ. ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് സംഭവം പടം ഹിറ്റാണെന്നാണ് തോന്നുന്നത്. ബാക്കിയുള്ള നാട്ടിലെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ആ ദിലീഷേ, അങ്ങനെ നമ്മുടെ എമ്പുരാൻ കഴിഞ്ഞല്ലേ? എന്താ അങ്ങനെയാ നിങ്ങളുടെ അഭിപ്രായം? അടിപൊളി പടം, സൂപ്പർ പടം. ബാക്ക്ഗ്രൗണ്ട് കുറച്ചും കൂടി ഒന്ന് അടിപൊളിയാക്കിയിരുന്നല്ലേ? ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടെ നന്നാക്കായിരുന്നു. അതായത് നമ്മള് ലാലേട്ടൻ വരുന്ന രംഗങ്ങളല്ല, രജനീകാന്ത് വരുന്ന ഒരു ഇത് കിട്ടിയില്ല, ആ ഒരു പവർ കിട്ടിയില്ല, ഒരു മുട്ട് അല്ലെ, എടുപ്പ് വന്നില്ല. ബാക്കിയെല്ലാം ഓക്കെ, സൂപ്പർ. ബാക്കി സൂപ്പറാണ്. എന്തായാലും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം എമ്പുരാൻ.